നമസ്കാരം. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മന്ത്രിസഭയിൽ ആരൊക്കെ എത്തുമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ അതിനൊപ്പം മന്ത്രിസ്ഥാനത്തിനും ചർച്ചകൾ നടന്നിരുന്നു. മുഖ്യമന്ത്രി അടക്കം 21 അംഗങ്ങളുള്ള മന്ത്രിസഭയാണ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. തിരുവനന്തപുരത്തു നിന്നും 2 മന്ത്രിമാർ എത്തുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനും CMPയിൽ നിന്ന് CP ജോണും കോവളത്ത് നിന്ന് ജയിച്ച വിൻസെന്റും മന്ത്രിപദവി പ്രതീക്ഷിക്കുന്നവരിൽ ഒരാളാണ്. വി.ഡി. സതീശന് ഒപ്പം നിൽക്കുന്ന നേതാവാണ് വിൻസെന്റ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും മന്ത്രിസഭയിലുണ്ടാകും. മുതിർന്ന നേതാവായ N ശക്തനും മന്ത്രിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൂടി കോൺഗ്രസിനുള്ളതിനാൽ ശക്തന് സാധ്യതകൾ ഏറെയാണ്. കോൺഗ്രസ് അച്ചടക്ക സമിതി അധ്യക്ഷനും മുതിർന്ന നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് M ലിജുവും കുണ്ടറയിൽ നിന്ന് ജയിച്ചു വന്ന PC വിഷ്ണുനാഥും മന്ത്രിമാരായേക്കും. UDF പ്രതിപക്ഷത്തായിരിക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്ന മാത്യു കുഴൽനാടിന് വേണ്ടിയും സമ്മർദ്ദം മുറുകും. വയനാട് നിന്നുള്ള T സിദ്ദിഖും മന്ത്രിപദവിക്ക് രംഗത്തുണ്ട്. KCക്കൊപ്പം അടിയുറച്ചു നിന്ന K സുധാകരൻ്റെ നോമിനിയായ K ജയന്തിനു വേണ്ടിയും സുധാകരൻ സമ്മർദ്ദം മുറുക്കും. 2 വനിതകൾ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവരാണ്. ഇവരിൽ ഒരാളെ എന്തായാലും പരിഗണിക്കേണ്ടി വരും. KC പക്ഷത്തിൻ്റെ ശക്തനായ വക്താവായ AP അനിൽകുമാറിനെയും പരിഗണിക്കേണ്ടി വരും. കൂടുതൽ മന്ത്രിമാർ KC ഗ്രൂപ്പിൽ നിന്നും ഉറപ്പായിരിക്കെ അനിൽകുമാറിന് സാധ്യതകൾ ഏറെയാണ്. കൊല്ലത്ത് നിന്നും RSPയുടെ ഷിബു ബേബി ജോൺ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. കോട്ടയത്ത് നിന്നും കേരള കോൺഗ്രസിൻ്റെ അനൂപ് ജേക്കബും ചാണ്ടി ഉമ്മനും കേരള കോൺഗ്രസിൽ നിന്ന് മോൻസ് ജോസഫും അപ്പു ജോൺ ജോസഫും മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിസ്ഥാനങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നാണെങ്കിൽ മോൻസ് ജോസഫ് തന്നെയാകും മന്ത്രിയാകുക. ലീഗിൽ നിന്നും 5 പേർ മന്ത്രിമാരാകും. 5 മന്ത്രിസ്ഥാനങ്ങളാണ് ലീഗിന് നൽകുന്നത്. PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, പാറക്കൽ അബ്ദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങി വിവിധ നേതാക്കൾ മന്ത്രിപദവി കാത്ത് ലീഗിൽ നിൽക്കുന്നുമുണ്ട്. എന്തായാലും ആരൊക്കെ മന്ത്രിമാരാകുമെന്ന് ഉടൻ തന്നെ അറിയാൻ കഴിയും.